ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകളുടെ ഉപയോഗങ്ങളും അർത്ഥങ്ങളുമാണ് ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ കാണുന്നത് അറ്റ് എന്ന വാക്കിന്റെ പ്രധാന ഉപയോഗങ്ങളാണ്. അറ്റ്. ഇതിനൊക്കെ ഇൽന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വാചകങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. രണ്ട് പ്രധാന കാര്യങ്ങൾക്ക് അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി അറ്റ് ഉപയോഗിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായി ഇൻ എന്ന വാക്കും സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സമയവുമായിട്ട് ബന്ധപ്പെടുത്തിയും അറ്റ് ഉപയോഗിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ ഇൻ എന്ന വാക്കും സമയവുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇൻ എന്ന വാക്കും സ്ഥലവുമായിട്ടും സമയവുമായിട്ടും ബന്ധപ്പെടുത്തി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അറ്റ് എന്ന വാക്കും സ്ഥലവുമായിട്ടും സമയവുമായിട്ടും ബന്ധപ്പെടുത്തി ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഈ വാചകം ഒന്ന് നോക്കാം. ഹീസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഹീസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അവൻ ബസ് സ്റ്റോപ്പിലാണ്. ബസ് സ്റ്റോപ്പിൽ. അവിടെ നമ്മൾ ഇൻ ഉപയോഗിക്കരുത്. അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ചെറിയൊരു സ്ഥലം അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു സ്ഥലം എടുത്തു പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ ഗ്രാമർ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഈസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഈസ് അറ്റ് ദ ഷോപ്പ്. ഈസ് ഇൻ ദ ഷോപ്പ് എന്ന് പറയാം, അത് വേറെ അർത്ഥത്തിലാണ്. ഈസ് അറ്റ് ദ ഷോപ്പ്, അവൻ ഷോപ്പിലാണ്. ഈസ് അറ്റ് സ്കൂൾ, അവൻ സ്കൂളിലാണ്. ഹി ഈസ് ഇൻ ദ സ്കൂൾ എന്നും പറയാം. പക്ഷെ അപ്പോൾ ഹി ഈസ് അറ്റ് സ്കൂൾ എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്. അതുപോലെ ഹീസ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ്, ഒരു പ്രത്യേക സ്ഥലം എടുത്തു പറഞ്ഞിട്ട് പറയുകയാണ് ഹീസ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ്. കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി ഈ അറ്റ് എന്ന വാക്ക് ഒരു പ്രത്യേക ചെറിയ സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിലുപരിയായിട്ട് പ്രാക്ടീസ് വഴി ഈ വാചകങ്ങൾ കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കും. സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഈ രീതിയിലാണ് ഉപയോഗിക്കുക. ഇൻ എന്നുള്ള വാക്ക് നമ്മൾ കാണുകയുണ്ട്. രാജ്യങ്ങള്, പട്ടണങ്ങള്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഇന്ന് ഉപയോഗിക്കും. അറ്റ് ഈ രീതിയിലാണ് ഉപയോഗിക്കുക. അറ്റിന്റെ മറ്റൊരു പ്രധാന ഉപയോഗമാണ് സമയവുമായിട്ട് ബന്ധപ്പെടുത്തി അറ്റ് എന്ന വാക്ക് ഉപയോഗിക്കും. ഈ വാചകം നോക്കാം. ഹി വിൽ കം അറ്റ് 10 o'clock. ഹി വിൽ കം അറ്റ് 10 o'clock. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക. അവൻ 10 മണിക്ക് വരും. 10 മണിക്ക് അവൻ വരും. അവൻ 5 മണിക്ക് വരും. ഹി വിൽ കം അറ്റ് 5 o'clock. ഓ ക്ലോക്ക് ഈ രീതിയിൽ എഴുതുന്നതിന്റെ കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 10 o'clock അതിന്റെ ഫുൾ ഫോം, പൂർണ്ണ രൂപം 10 ഓഫ് ദ ക്ലോക്ക് എന്നുള്ളതാണ്. ക്ലോക്കിലെ 10 മണി എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷില് ഈ രീതിയിലാണ് ഇത് എഴുതുന്നത്. അറ്റ് 10 o'clock 10 മണിക്ക്. അറ്റ് 9 o'clock 9 മണിക്ക്. ആ രീതിയിൽ പറയുന്നതിന് അറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാവൂ, ഇന്നൊന്നും ഉപയോഗിക്കരുത്. അടുത്ത വാചകം ഹി വിൽ കം അറ്റ് നൈറ്റ്. അവൻ രാത്രി വരും. അറ്റ് നൈറ്റ് എന്നുള്ളത് ഇൻ എന്ന വാക്ക് പഠിച്ചപ്പോൾ നാം കണ്ടതാണ്. അറ്റ് നൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അവൻ രാത്രിയിൽ വരും. നമ്മൾ സാധാരണ പറയുക അവൻ രാത്രി വരും എന്നുള്ളതാണ്. ഇംഗ്ലീഷിലെ ഹി വിൽ കം അറ്റ് നൈറ്റ് എന്ന് പറയണം. ഇൻ നൈറ്റ് അല്ല, അറ്റ് നൈറ്റ് എന്നാണ് പറയേണ്ടത്. ഈ ക്ലാസ്സിൽ നാം കണ്ടത് അറ്റ് എന്ന വാക്കിന്റെ ഉപയോഗമാണ്. ഒന്ന്, സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി അറ്റ് ഉപയോഗിക്കും. രണ്ട്, സമയവുമായിട്ട് ബന്ധപ്പെടുത്തി. പ്രധാനമായിട്ടും ഈ സമയം ഈ രീതിയിലാണ് അറ്റ് 10 o'clock, അറ്റ് 5 o'clock പറയുക. പിന്നെ ഒന്ന് അറ്റ് നൈറ്റ് എന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറയും. സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി. അറ്റ് എന്ന വാക്കിന് മറ്റു ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒത്തിരി ഉപയോഗിക്കുന്നത് ഇതുപോലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയും സമയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഇവിടെ മറ്റ് സബ്ജക്ട്സ് ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ ഈസിന് പകരം വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ, ആർ, വിൽ ബി, അതെല്ലാം ഉപയോഗിക്കാനൊക്കെ നോക്കണം. ഇവിടെയും സബ്ജക്ട്, ടെൻസ് ഒക്കെ മാറ്റാനൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ശ്രദ്ധിക്കണം. വാചകം കറക്റ്റ് ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. വേറെ ആൾ കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി വെബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം. 4 ഫോംസ് അറിഞ്ഞിരിക്കണം. പുതിയ വെബ്സ് പഠിക്കുക, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കുക. അങ്ങനെ കൂടുതൽ വാക്കുകളൊക്കെ അറിയുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങള് മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്, ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങള്. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളിലെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 5ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങൾ, ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇതിൽ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, വെർബ് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ബേസ് ഫോം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. അപ്പൊ ഞാൻ വായിക്കുകയാണ്. ബെൻഡ്, ബെൻഡ്, ബെൻഡ്,
send, 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 spend, 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 lend, lend, lend. ഈ വാക്കുകള് വെർബുകളെ ശ്രദ്ധിക്കുക. ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിക്കണം. ഇങ്ങനെയുള്ള വെർബുകളൊക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മളത് വായിക്കുകയാണ്. ആർഗ്യൂ, ആർഗ്യൂഡ്, ആർഗ്യൂഡ്, appear, appeared, appeared, avoid, avoided, avoided, boast, boasted, boasted, bow, bowed, bowed, chase, chased, chased, cheat, cheated, cheated, confess, confessed, confessed, consider, considered, considered, discover, discovered, discovered, deceive, deceived, deceived, encourage, encouraged, encouraged, explain, explained, explained, frighten, frightened, frightened, gather, gathered, gathered, happen, happen, happened, hate, hated, hated, imagine, imagined, imagined, inform, informed, informed, kick, kicked, kicked, kill, killed, killed, marry, married, married, melt, melted, melted, observe, observed, observed, plan, planted, planted. ഇത് നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണേ. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം. ഇത് നിങ്ങൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, അതിന്റെ പ്രത്യേകതകളും പഠിക്കണം. ഓക്കെ.